ഒക്കെ ആയെങ്കിൽ നമ്മൾ എണീക്കാനൊക്കെ വളരെ വൈകും അല്ലെ. അപ്പൊ കാലത്ത് എനിക്ക് പല്ല് വെച്ച് മുറി വരുമ്പോ നമുക്ക് നല്ല ആവി പറക്കുന്ന ചായയും അതേപോലെ തന്നെ ആവി പറക്കുന്ന ഒരു കുമ്പിളപ്പം കിട്ടുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലെ. അതും ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അത് അതിലും ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലെ. അപ്പോ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചക്ക വരട്ടി വെച്ചിട്ടുള്ള ഒരു കുമ്പിളപ്പാണ് കേട്ടോ. അതും നല്ല സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഉപ്പും പിന്നെ ചുക്കുപൊടിയാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ജീരകം പൊടിച്ചതോ പൊടിക്കാത്തതോ ഇടാം കേട്ടോ, അത് കുഴപ്പമില്ല. പിന്നെ 2 പിടി തേങ്ങ ഇടുന്നത്, തേങ്ങയാണ് ഇതിൽ മുന്നിൽ നിൽക്കുക കേട്ടോ. തേങ്ങയും അതേപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, ചക്ക വരട്ടിയതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാല് ആണ് ഇതിന്റെ ടേസ്റ്റ് ഇത്തിരിയും കൂടി നല്ല അടിപൊളി ആവുള്ളൂ. അപ്പൊ ചക്ക വരട്ടിയത് ഏകദേശം നല്ലോണം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, അതുമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ. ശർക്കര ഉരുക്കിയതിന്റെ വെള്ളം മാത്രമാണ് നമുക്ക് ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ ഇത് കുഴഞ്ഞു കിട്ടും. അപ്പൊ ഒരു തരി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ മറന്നു, ഏലക്കാപ്പൊടി ഇടണം കേട്ടോ. അത് ഞാൻ ഇടുന്നത് കാണിച്ചിട്ടില്ല, അപ്പൊ അത് മറക്കാണ്ട് ഏലക്കാപ്പൊടി ഇടണം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ കുറച്ച് ശർക്കര നീര് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തോളൂ, കാരണം അതില് ചക്കയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ച് വന്നാലാണ് എല്ലാ പൊടിയും കൂടി മിക്സ് ആയിട്ട് നല്ല പോലെ കുഴഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറേശ്ശെ ശർക്കര നീര് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നത്, ഒരു ഗ്ലാസ്സിൽ ഞാൻ ശർക്കര നീര് എടുത്ത് വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് ശരിയാക്കുക ചെയ്തത് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ നൈസ് പൊടി എടുക്കുന്നതാണ് ഇത്തിരി കൂടി നല്ലത് കേട്ടോ. അപ്പൊ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതാണ്. അപ്പൊ ദേ നമ്മൾ കുഴച്ച് ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് പ്ലാവിലയാണ് കേട്ടോ. ഞാൻ പ്ലാവില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല പച്ച പ്ലാവിലയാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ കുമ്പിളാക്കി വെച്ചിട്ട് അതിൽ ഈർക്കിളി കുത്തി വെക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പൊ ഞാൻ അത് ഫുള്ള് ചെയ്ത് വെക്കുകയാണ്. ഇത് എളുപ്പമാണ്, നമുക്ക് പ്ലാവിൽ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇത്തിരി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാവിൽ എടുത്തുള്ളൂ. പിന്നെ നമുക്ക് കറുകലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്റെ വീട്ടിലിപ്പോ ഉള്ളത് പ്ലാവില ആയതുകൊണ്ട് ഞാൻ പ്ലാവില എടുത്തുന്നുള്ളൂ. കറുകലയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനത് മൊത്തം ഞാനൊന്ന് കുമ്പിള് കുത്തി വെക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഞാൻ കുമ്പിള് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ കുമ്പിള് കുത്തിയതിലേക്കും നമ്മൾ നിറയ്ക്കുകയാണ് കേട്ടോ മാവ്. അപ്പൊ ഞാൻ സൈഡിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെറുതെ ഒന്ന് കൈയൊന്ന് മുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മാവ് കിട്ടും. അപ്പൊ അതിലേക്ക് ഓരോന്നിലേക്ക് വെക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല, കാരണം കൈമേക്കൊന്നും അധികം പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇഡ്ഡലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അരിപ്പ വെച്ച് അതിലേക്ക് നമുക്ക് ഇത് നിരത്തി വെക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നല്ല ഭംഗി തന്നെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ഞാൻ ഇത്തിരി ആലങ്കാരികമായിട്ട് ചെയ്തെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിപ്പാത്രത്തിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവിക്ക് വെക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റോളം ആവിക്ക് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓ എന്റെ പൊന്നെ, എന്തൊരു സ്മെല്ലാണെന്ന് അറിയാവോ. ആ ഒരു ഇലയുടെയും ഒക്കെ സ്മെല്ല്, ചക്കയുടെ ഒക്കെ സ്മെല്ല് വന്നപ്പോഴുണ്ടല്ലോ പൊളിയാണ്. തൊട്ട് നോക്കിയപ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, അതിലാ ഒരു ഇലയിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്. അങ്ങനെ നല്ല പച്ച പ്ലാവില കൊണ്ടുള്ള ചക്ക കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെ വീട്ടിലുണ്ടാക്കാൻ കാലത്ത് ആണ് കേട്ടോ. വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാം, കാരണം കാലത്തെ ബാക്കി ഉണ്ടാവും അങ്ങനെ വന്നാൽ. അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ ചക്ക വെച്ചിട്ടോ അല്ല ചക്ക വരട്ടി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ചക്ക വരട്ടിയത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത് ചക്ക ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർ ആയിട്ട് ഇട്ടോ, ഇലയുടെ ഒക്കെ സ്മെല്ലൊക്കെ വരുമ്പോ സൂപ്പർ ആണ്. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.